ലോക വൻശക്തിയായ അമേരിക്കക്കെതിരെ താരതമ്യേന ചെറുരാജ്യമായ ഇറാൻ നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടത്തിനാണ് നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ പോയിട്ട് തരക്കേടില്ലാത്ത ഒരു വ്യോമസേനയോ നാവികസേനയോ പോലുമില്ലാത്ത ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ മാത്രമല്ല, അവരുടെ സഖ്യകക്ഷികൾ എന്ന് പറയപ്പെടുന്ന വേറെയും 6-7 രാജ്യങ്ങളോളം ഒരേ സമയം മല്ലടിച്ചു നിൽക്കുന്നത് കേവലം ആയുധബലം കാരണമല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനെതിരെ മുട്ടുമടക്കാത്ത അചഞ്ചലമായ നിലപാടിലൂടെയും അസിമ്മട്രിക്കൽ വാർഫെയർ എന്നറിയപ്പെടുന്ന തന്ത്രപരമായ സമീപനത്തിലൂടെയുമാണ്. ദശകങ്ങളായി ഉപരോധത്തിൽ ഉഴലുന്ന, കറൻസിക്ക് പേപ്പർ വില മാത്രമുള്ള ഇറാനാണ് ഒരിക്കൽ പോലും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അടിയറവ് പറയാതെ അവരെ തറപറ്റിച്ചുകൊണ്ട് മറ്റ് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകുന്നത്. നിർഭാഗ്യവശാൽ തികച്ചും ഏകപക്ഷീയമായി ഇറാനെതിരെ അക്രമം അഴിച്ചുവിടുന്ന അമേരിക്കയെ പിന്തുണക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മടിക്കുമ്പോഴാണ് ആര്യന്മാരെ ആരാധിക്കുന്ന നമ്മുടെ സംഘികൾ ഒറിജിനൽ ആര്യന്മാരായ ഇറാനികൾക്കെതിരെ സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയെ പിന്തുണക്കുന്നത് എന്നോർക്കണം. ആര്യന്മാരുടെ നാട് എന്നാണ് ഇറാന്റെ പേരിന്റെ അർത്ഥം തന്നെ. ഹിന്ദു മിത്തോളജിയിൽ ആര്യന്മാരുടെ സ്ഥാനം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ആര്യൻ ദേവന്മാരും ചരിത്രപരമായി ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദ്യകാല സംസ്കൃതവും പുരാതന പേർഷ്യനും തമ്മിൽ പൊതുവായ ഭാഷാപരവും സാംസ്കാരികവുമായ വേരുകൾ പങ്കിടുന്നുണ്ട്. ഹിന്ദു എന്ന പേര് പോലും ആദ്യമായി വിളിച്ചത് പേർഷ്യക്കാർ അഥവാ ഇറാനികൾ ആണ് എന്ന് ഇന്ത്യയിലെ ചരിത്രകാരന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. DNA പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണർക്ക് എന്ന പോലെ കേരളത്തിലെ ബ്രാഹ്മണർക്കും നായന്മാർക്കും ഇറാനിയൻ വംശജരുമായി ഗണ്യമായ ബന്ധമുണ്ടെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇറാനുമായിട്ട് ഇന്ത്യക്ക് കേവലം ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ബന്ധം മാത്രമല്ല, മറിച്ച് മതപരവും ആത്മീയവും സാംസ്കാരികവും വംശപരവുമായ ബന്ധം കൂടിയുണ്ട്. എന്നാൽ അമേരിക്കയെ കണ്ണടച്ച് പിന്തുണക്കുന്ന സംഘികൾ ഈ വസ്തുതകൾ വല്ലതും പരിഗണിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ഉയർന്ന ജാതിക്കാരെന്ന് ഊറ്റം കൊള്ളുന്ന നമ്പൂതിരിമാരുടെയും നോർത്ത് ഇന്ത്യയിലെ ബ്രാഹ്മണരുടെയും എല്ലാം വാപ്പമാർ ഇറാനികൾ ആണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള മനപ്രയാസമായിരിക്കാം ഇതിനു പിന്നിൽ. എന്നാൽ റഷ്യ, ചൈന പോലുള്ള മറ്റ് വൻശക്തികളെ പോലും നിഷ്പ്രഭരാക്കിക്കൊണ്ട് അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ തന്ത്രവും കുതന്ത്രവും പയറ്റിക്കൊണ്ടുള്ള ഈ കുരുക്ഷേത്രത്തിൽ ഒറിജിനൽ ആര്യൻ വംശജരുടെ ഈ ഐതിഹാസികമായ പോരാട്ടത്തെ പിന്തുണയ്ക്കേണ്ടതും അതിൽ അഭിമാനിക്കേണ്ടതും യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അവർ ഒന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും.